5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വിവരങ്ങളൊക്കെ ഞാൻ അപ്പപ്പ അറിയുന്നുണ്ടായിരുന്നു. വരണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിയാതിരുന്നത് അതിന്റെ കാരണം അമ്മയ്ക്കറിയാലോ. സിദ്ധുവ 24 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുവെച്ചാ ദേവികയുടെ അടുത്ത്. ചന്ദ്ര, നിന്റെ ഗതികേട് ഒരു പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യും അമ്മ? എല്ലാത്തിനും കാരണം ദേവികയെ. ആണുങ്ങൾ എടുത്ത ചാട്ടക്കാരാ. അവർ പലതും കാണിക്കും, അതിന് കൂട്ടു നിൽക്കുകയാണോ വേണ്ടത്? ദേവിക കാരണം എന്റെ ജീവിതം നശിച്ചു. കേട്ടല്ലോ, മരുമോളെ കുറിച്ച് ഓരോരുത്തരും വന്ന് പറയുന്നത് കേട്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ? എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി. കേക്കണ്ടേ? ഒരുതരം വാശിയില്ല രണ്ടുപേരും. ആരെയോ തോൽപ്പിക്കാനുണ്ടെന്ന മട്ടില പോക്ക്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ മരണത്തിൽ ഇത് അവസാനിക്കും അമ്മേ. ഒരു ഗതിയില്ലാതായ ഞാൻ ആത്മഹത്യ ചെയ്യും. പക്ഷെ അവളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ചാവും. എന്നെ ഒഴിവാക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ അവൾ വിചാരിക്കണ്ട. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും അമ്മ? ഒരു പട്ടിയുടെ വില പോലും സിദ്ധു എനിക്ക് തരുന്നില്ല. ഞാനൊരു പെണ്ണല്ലേ, ഭാര്യയല്ലേ? അമ്മയ്ക്കറിയാലോ എങ്ങനെ എന്റെ കല്യാണം നടന്നെന്ന്. ദേവിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അന്നേ കല്യാണം കഴിക്കാറുന്നല്ലോ. എന്തിനാ എന്നെ വെറുതെ വെടിവേഷം കെട്ടിച്ചത്? എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. പക്ഷെ ഞാൻ നിസ്സഹായയാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും കഴിയില്ല മോളെ. അച്ഛൻ പറഞ്ഞ അവൾ കേട്ടേനെ. ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ. എന്റെ മുൻപിലെ വഴികൾ ഓരോന്നോരോന്നായി അടഞ്ഞുകൊണ്ടിരിക്കുക. മരണം മാത്രം ഇപ്പൊ എന്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന. കൊടുക്ക അത് തന്നെ ഞാൻ ചെയ്യും. കേട്ടല്ലോ, കേട്ടല്ലോ ഇവള് പറയുന്നത്. അങ്ങനെ എങ്ങാനും ചെയ്താ ഒരിക്കലും ദേവിക ഗതി പിടിക്കില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ച അവക്ക് കൊള്ളാം. അല്ലെങ്കിലേ അനുഭവിക്കും.